അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം നാളെ എത്തിക്കും. 200 കിലോഗ്രാം തൂക്കമുള്ളതാണ് വിഗ്രഹം. ഇന്നത്തെ പ്രദക്ഷിണ ചടങ്ങിൽ സരയൂ നദിയിലെ ജലവുമേന്തി വിശ്വാസികൾ അണിനിരക്കും. ഈ മാസം 22-നാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ അയോധ്യയിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം നാളെയാണ് എത്തിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള പ്രധാന വിഗ്രഹം രാംലല്ലയാണ് ഈ നാളെ അവിടേക്ക് എത്തിക്കുന്നത്. 200 കിലോഗ്രാമോളം തൂക്കമുള്ളതാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്കായിട്ടുള്ള ഈ വിഗ്രഹം. രാമക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ രാമവിഗ്രഹത്തിന്റെ പ്രദക്ഷിണ ചടങ്ങുകളാണ് ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ ഭക്തരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും അവസാന ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്ര അടക്കമുള്ളവയാണ് ഇന്ന് നടക്കാനായി പോകുന്നത്. 22-ാം തീയതി അടക്കമുള്ള ദിവസങ്ങളിൽ വലിയ നിയന്ത്രണം ഈ ഇവിടേക്ക് വരുന്ന ഭക്തർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്നാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ ഈ ഭക്തർക്ക് അവസരം ഉണ്ടാകുന്നത്. സരയൂ നദിയിൽ നിന്നുള്ള ജലവും ആയിട്ടായിരിക്കും അവർ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ ജനുവരി 22-ന് ഉച്ചയ്ക്കാണ് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ഈ വിഗ്രഹം രാംലല്ല അവിടേക്ക് എത്തിക്കുന്നത്. വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇന്ന് അയോധ്യയിലേക്ക് ഉണ്ടാകുന്നുണ്ട്. വലിയ തണുപ്പാണ്, വലിയ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.